ഹലോ ഫ്രണ്ട്സ്, ദിയാസ് നാച്ചുറൽസിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെയാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെന്ന് നോക്കുന്നത്. അതായത് നമുക്ക് വന്നിട്ട് ഈ ഗ്ലൂട്ടാത്തൻ അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒന്നാണിത്. അതായത് നമുക്ക് ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടും മഞ്ഞളും ഇഞ്ചിയും നെല്ലിക്കയൊക്കെ കൂടിയിട്ടിട്ട് എന്തൊക്കെയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ഏകദേശം ഒരു മന്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ സ്കിന്നിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുടിയും നമുക്ക് വന്നിട്ട് മുടി കൊഴിച്ചിലും കുറഞ്ഞിട്ടുണ്ട്. ഹെയർ ഗ്രോത്തും ഇൻക്രീസ് ചെയ്തതുപോലെ എനിക്കൊരു ഫീലുണ്ട്. സോ ദാറ്റ് നമുക്ക് വന്നിട്ട് നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം കാണിക്കാം. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ജ്യൂസിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട്. സോ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് കറിവേപ്പിലയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ആപ്പിളും ഓറഞ്ചും കൂടി എടുത്തിട്ടുണ്ട്. സോ ആപ്പിൾ ഞാൻ ഒരു 2 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് 3 എടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്കിപ്പോൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. സോ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. ഈ ക്യാരറ്റൊക്കെ നല്ലോണം സ്കിന്ന് പീൽ ചെയ്തെടുക്കണം. സോ എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം. നമുക്ക് ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഒരു ½ ആൻ അവറെങ്കിലും നമുക്ക് വന്നിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് എടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. ഇതൊക്കെ കെമിക്കലൊക്കെ ചേർത്തിട്ട് വരുന്നതാണല്ലോ, അതുകൊണ്ട്. സോ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും എല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം വേപ്പിലയും മല്ലിയിലയും ഒക്കെ നമുക്ക് വന്നിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഐറ്റം ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ജ്യൂസ് ആയിട്ടുള്ള എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ആപ്പിളും ഓറഞ്ചൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കിപ്പോൾ റെഡിയാണ് ഇവിടെ. സോ ഇതൊക്കെ നമുക്ക് വന്നിട്ട് മിക്സിയിലിട്ട് അരച്ച് ജ്യൂസായിട്ട് എടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ചിലർ പറയുന്നുണ്ട് വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുക്കേണ്ടത് അങ്ങനെയൊക്കെ. ഞാൻ വെള്ളം ചേർക്കാണ്ട് എൻ്റെ മിക്സിയിലിട്ട് അരയുന്നൊന്നുമില്ല. പിന്നെ ഞാൻ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചത്. അതിന് വേണ്ടിയിട്ട് കണ്ടമാനം വെള്ളം ചേർത്തില്ല, കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കാം. ഞാനിത് ആദ്യം ചെയ്തപ്പോൾ ഇങ്ങനെ അരിപ്പിലിട്ടാണ് അരിച്ചെടുത്തത്. പക്ഷേ രണ്ടാമതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ മറ്റേ ചീസ് ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്തിലിട്ട് പുഴിഞ്ഞെടുക്കും. ഇതിൽ വന്നിട്ട് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഈ ചീസ് ക്ലോത്തിലാവുമ്പം എളുപ്പം തന്നെ പണി കഴിയും. സോ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ടല്ലോ, ആ ജ്യൂസ് നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഐസ് ക്യൂബ് ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഐസ് ക്യൂബ് ട്രേ വന്നിട്ട് സിലിക്കാണിൻ്റെ ഐസ് ക്യൂബ് ട്രേ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ സിലിക്കാണിൻ്റെ ട്രേ ഒന്നും അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇത് നമുക്ക് വന്നിട്ട് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നോ പ്രോബ്ലം, എടുക്കാം ഉള്ളത് വെച്ച് ഓണം പോലെ. സോ നമുക്ക് ഈ ഐസ് ക്യൂബൊക്കെ നമുക്ക് വന്നിട്ട് ടിഫിൻ ബോക്സിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ടിഫിൻ ബോക്സിൽ നിന്ന് ഞാൻ ഡെയിലി ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് വീണ്ടും അങ്ങനെ തന്നെ നമുക്ക് വന്നിട്ട് ലാക്ക് ചെയ്ത് വെക്കുകയാണ് പതിവ്. സോ ഇതിൽ നിന്ന് ഞാൻ ഒരു 2 അല്ലെങ്കിൽ 3 ഐസ് ക്യൂബ് എടുക്കാറുണ്ട്. എടുത്തിട്ട് നിറയെ പേര് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഈ ഐസ് ക്യൂബിൽ ഡയറക്റ്റായിട്ട് ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. സോ അതുകൊണ്ട് ഞാൻ ഒരു ½ ആൻ അവറൊക്കെ വന്നിട്ട് ഇതിൽ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കും. സോ ആ ജിൽനെസ് ഒക്കെ പോയതിന് ശേഷം ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം സിപ്പ് ചെയ്ത് കുടിക്കുകയാണ് പതിവ്. സോ നമുക്ക് എപ്പോഴും ഡയറക്റ്റായിട്ട് ഐസ് ക്യൂബിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഐസ് ക്യൂബൊക്കെ നല്ല മെൽറ്റായതിന് ശേഷം ജിൽനെസ് പോയതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. സോ ഇത് നമുക്ക് വന്നിട്ട് ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വീക്ക്ലി 3 ടൈംസ് അങ്ങനെ യൂസ് ചെയ്താൽ മതിയാവും.
സോ ഡെയിലി കുടിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഡെയിലി കുടിക്കാറില്ല. ഒരു 3 ടൈംസ് അങ്ങനെയൊക്കെയാണ് 3 or 4 ഡേയ്സാണ് ഞാൻ വീക്ക്ലി യൂസ് ചെയ്യുന്നത്. സോ ഇത് നല്ലോണം നമുക്ക് വന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കാം. സോ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.